ശബരിമലയ്ക്ക് പോണ ആൾക്കാരുണ്ടല്ലോ, അവരാണ് മുയര് വാസ് ദ ബെസ്റ്റ് ഇട്ടിരുന്നത്. ഞങ്ങൾ തുടങ്ങിയിട്ട് 7 ദിവസമായില്ല, ഇപ്പൊ 7ാമത്തെ ദിവസമല്ലേ. അപ്പൊ എന്താണ് യാത്രയിലെ വിശേഷങ്ങൾ, എങ്ങനെയാണ് സ്വീകരണങ്ങളെ കുറിച്ചൊക്കെ പറയാനുള്ളത്? മാഷാ അല്ലാ, വ്യത്യസ്തമാണ്. നമ്മൾ ഓരോ ജില്ലയിലും ചെല്ലുമ്പോ മണ്ണിനെ തേടി മനുഷ്യനെ തേടി, അതാണ് നമ്മുടെ തീം. സമസ്ത 100ാം വാർഷിക പ്രചാരണം. അതെല്ലായിടത്തും പോയിട്ട് നമ്മൾ അതന്നെ പറയണത്. അപ്പം അതൊരു ജനറ്റിക്കായി മറ്റുള്ളവരുടെ ഇടയിൽ എത്തിപ്പെടുന്നു, ആളുകൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് ഇന്ന സ്വീകരിക്കല്ല, സമസ്തനെ സ്വീകരിക്കണം. അല്ലാതെ ഇപ്പൊ ഒരാളിങ്ങനെ ബുള്ളറ്റ് വന്നിട്ട് അത്ര സ്വീകരണം കാണുന്നില്ല. അതുപോലെ തന്നെ വാഹനം ഫുൾ പണിയെടുത്ത് തരുന്ന ഒരാൾക്ക് അതൊന്നും വീഡിയോക്ക് വരാനൊന്നല്ല, അത് വീഡിയോ ഒന്നും വേണ്ട, ഞങ്ങൾ ദ്വാ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ഓരോന്നിങ്ങനെ ഏറ്റെടുക്കണം മനുഷ്യന്മാര്. ഉസ്താദ് പറഞ്ഞല്ലോ, മണ്ണിനെ തേടി മനുഷ്യനെ തേടി എന്നാണ് നമ്മുടെ തീമനെ വരുന്നത് എന്നുള്ളത്. സത്യത്തിൽ നമ്മൾ ഈ യാത്ര കാണുമ്പോൾ ശരിക്കും അത് നമുക്ക് അർത്ഥവത്തായി തോന്നാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതര മതസ്ഥര്, ഇതര സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ വരെ യാത്രക്കുള്ള ഒരു സ്വീകരണം നമുക്ക് കാണുമ്പോണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താ ഉസ്താദിന് പറയാനുള്ളത്? സ്വീകരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചുമക്കൂടെ ഇങ്ങനെ പോവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓൾ ദ ബെസ്റ്റ് ഇട്ടറിൽ ശബരിമല. അത് പിന്നെ നിങ്ങളെ യാത്രയിൽ ആ ഒരു ബുള്ളറ്റുമാരെ ഹൈപ്പിൽ തലിക്കെട്ടും കെട്ടി ഇങ്ങനെ പോകുമ്പോ പിന്നെ ചെയ്യാതിരിക്കില്ലല്ലോ. ഓറല്ല സത്യോ, ഇന്നലത്തെ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോ മാഷാ അല്ലാ ഭയങ്കരമായിട്ട് നമ്മൾ സാധാരണ ഒരു സിക്കരൊക്കെ ഉണ്ടല്ലോ തലിക്കെട്ടൊക്കെ കെട്ടിയിട്ടുള്ള ആ ഒരു ഭയങ്കര ലെവല്. പക്ഷെ നമുക്ക് യാത്രകളാണ് ഒരുപാട് അനുഭവങ്ങൾ നൽകുന്നത്.